Hi friends, എല്ലാവർക്കും ടെക്നീഷ്യൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ibell എന്ന കമ്പനിയുടെ ഒരു നല്ല മൂവിംഗ് ഉള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു വെൽഡിംഗ് മെഷീനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓൺലൈനായിട്ടും അല്ലാതെയും ഒരുപാട് പേര് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു നല്ല വെൽഡിംഗ് മെഷീനാണ് ഇത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ 10-12ഓളം ആളുകൾ ഈ ഒരു വെൽഡിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനൊരു വെൽഡിംഗ് മെഷീൻ ഗിവ് അവേ ആയിട്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. ആദ്യം നമുക്ക് ഇതിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫെസിലിറ്റീസ്, എന്തൊക്കെയാണ് ഇതിലുള്ള ഓപ്ഷനുകൾ എന്നൊക്കെ നോക്കാം. ബോക്സ് ഞാൻ ആദ്യം തന്നെ അൺബോക്സ് ചെയ്ത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ibell M22076 എന്നതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ IGBT ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. IGBT എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈ പോളാർ ട്രാൻസിസ്റ്റർ എന്നാണ്. ഇതിൽ മറ്റ് വെൽഡിംഗ് മെഷീനുകളെ അപേക്ഷിച്ച് നമുക്ക് 2 നോബുകൾ ഇവിടെ കാണാൻ പറ്റും. ഒന്ന് ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് 20 ആംബിയർ മുതൽ 220 ആംബിയർ വരെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആർക്ക് ഫോഴ്സ് 1 മുതൽ 10 വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മെഷീനിൻ്റെ പുറകിലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും ബോർഡ് കൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൂളിംഗ് ഫാനും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ, ആംബിയർ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഡിജിറ്റൽ ഡിസ്പ്ലേയും. അതുപോലെ ആംബിയറിൻ്റെ നോബും ആർക്ക് ഫോഴ്സിൻ്റെ നോബും പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ടെർമിനലുകളും അവിടെ കാണാൻ പറ്റും. ibell M22076 എന്നുള്ളതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ജസ്റ്റ് ആമസോണിൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ മെഷീനിൻ്റെ മോഡൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി അതല്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആവശ്യക്കാർക്ക് അവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 1 മീറ്റർ നീളത്തിലുള്ള നെഗറ്റീവ് കേബിളും 1.5 മീറ്റർ നീളത്തിലുള്ള പോസിറ്റീവ് കേബിളുമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അത് മറ്റു മെഷീനുകളിലൊക്കെ പല മെഷീനുകളിലും ഓരോ മീറ്റർ വീതം നീളത്തിലുള്ളതാണ് പോസിറ്റീവ് നെഗറ്റീവ് കേബിളുകൾ കിട്ടാറുള്ളത്. ഇതിൽ 1.5 മീറ്റർ നീളത്തിലുള്ളതാണ് ഉള്ളത്. ഇതൊരു 3 മീറ്റർ, ഒരു 5 മീറ്റർ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മെഷീന് താഴത്ത് വെച്ച് തന്നെ മുകളിലുള്ള വർക്കുകളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇനി അതല്ല, മെഷീന് തന്നെ നമുക്ക് നമ്മുടെ തോളിൽ ബാഗ് പോലെ തൂക്കിയിട്ട് അതിനായിട്ടൊരു ബെൽറ്റും ഇതിൻ്റെ മുകളിലായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മുകളിലൊക്കെ കയറി വർക്കുകളൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. തുടക്കക്കാർക്കും വളരെ എളുപ്പം ചെയ്ത് പഠിക്കാവുന്ന ഒരു മെഷീനായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷനുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ട് സ്റ്റിക്ക് ഫംഗ്ഷൻ, ആർക്ക് ഫോഴ്സ്, IGBT ടെക്നോളജി. ഈ IGBT ടെക്നോളജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IGBT എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈ പോളാർ ട്രാൻസിസ്റ്റർ എന്നുള്ളതാണ്. അതിനെ നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെമി കണ്ടക്ടറും ഒരു കപ്പാസിറ്ററും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിവൈസ്, അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. .6 മുതൽ 5 mm വെൽഡിംഗ് റോഡ് വരെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ 160 വോൾട്ട് മുതൽ 250 വോൾട്ട് വരെ ഇതിൽ വോൾട്ടേജ് സ്റ്റെബിലൈസേഷനും കൊടുത്തിട്ടുണ്ട്. 6 മാസത്തെ വാറണ്ടിയാണ് കമ്പനി നമുക്ക് ഇത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. വെൽഡ് ചെയ്ത ശേഷം ചിപ്പ് ചെയ്യാനുള്ള ചിപ്പിംഗ് ബിറ്റും അതുപോലെ ഒരു വെൽഡിംഗ് ഗ്ലാസും നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ബോക്സിൽ തന്നെ നമുക്ക് കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വെൽഡിംഗ് മെഷീനിൻ്റെ കാര്യങ്ങൾ. വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യക്കാർക്ക് അവിടെ നിന്നും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഗിവ് അവേയെ പറ്റി പറയാം. ഒരു വെൽഡിംഗ് മെഷീന് ibellൻ്റെ തന്നെ നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ibellൻ്റെ ഒരു വെൽഡിംഗ് മെഷീന് ഗിവ് അവേ ആയിട്ട് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ 100 പേര് ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് മാത്രമേ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 99 പേർക്കും ചിലപ്പോൾ നമ്മളോടൊരു വെറുപ്പും വൈരാഗ്യം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം, ഗിവ് അവേ നടത്തണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യക്കാർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.